നമസ്കാരം. ഒഡീസിയ യുവതാരം പവേർഡ് ബൈ മിന TMT 500യുടെ മറ്റൊരു അധ്യായത്തിലേക്ക് JNTയുടെ എല്ലാ പ്രിയ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. നന്മ നിറഞ്ഞ ഈ അധ്യായത്തിലേക്ക് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. മോഹൻകുമാർ സർ സ്വാഗതം. സ്വാഗതം മധുപാൽ സർ. ഇനി നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട സെലിബ്രിറ്റി ഗസ്റ്റിനെ. സ്വാഗതം സരയു. മലപ്പുറം സ്വദേശിയായ ഷിഹാബുദ്ദീനെ നമുക്ക് സ്വാഗതം ചെയ്യാം ടാസ്ക് റൗണ്ടിലേക്ക്. ഷിഹാബുദ്ദീൻ സ്വാഗതം. ഒരുപാട് പ്രചോദനകരമായിട്ടുള്ള വാക്കുകളും പ്രവൃത്തികളും ഒക്കെ എപ്പോഴും നൽകാറുള്ള ഷിഹാബുദ്ദീനിൽ നിന്ന് മികച്ച ഒരു ടാസ്ക് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് വീഡിയോ കോൾ കണ്ടു നോക്കാം. ശരി. ഒഡീസിയ യുവതാരം പവേർഡ് ബൈ മിന TMT 500യിലെ ടാസ്ക് റൗണ്ടിൽ എന്നോടൊപ്പം നമ്മുടെ സ്വന്തം ഷിഹാബുദ്ദീനാണുള്ളത്. ഷിഹാബുദ്ദീൻ ടാസ്കിനായി എന്തായിരിക്കും മനസ്സിൽ കണ്ടുവച്ചിരിക്കുന്നത്? ഷിഹാബുദ്ദീൻ തന്നെ പറയും. ഷിഹാബ്, ടാസ്കിനൊക്കെ റെഡിയാണെന്നറിയാം. പിന്നെ എന്താ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊണ്ടോട്ടിയിലാണ്. നമുക്കറിയാം ഓരോ ദിവസവും വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണിത്. കാരണം നമ്മുടെ എയർപോർട്ടിൽ ഉള്ളത് കൊണ്ട് ഒരുപാട് സഞ്ചാരികൾ ദിവസവും യാത്ര ചെയ്യുന്ന സ്ഥലമാണ്. പക്ഷേ ഇന്ന് നമ്മുടെ കൊണ്ടോട്ടി ഏറ്റവും വലിയൊരു പ്രശ്നത്തിനെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. മാലിന്യത്തിൻ്റെ പ്രശ്നം നമുക്കറിയാം. അപ്പോൾ അതിനൊരു പരിഹാരം മുമ്പ് ഉണ്ടായിരുന്നു. അവർ പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ തന്നെ ഒരു വണ്ടിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ വേസ്റ്റ് കളക്ട് ചെയ്യാനുള്ള സിസ്റ്റമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് അത് ഉപയോഗിക്കാതെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സിസ്റ്റം നമുക്ക് തിരിച്ചു കൊണ്ടുവരികയാണെങ്കിൽ പഞ്ചായത്തിലുള്ള വേസ്റ്റിനൊക്കെ റിമൂവ് ചെയ്യാനുള്ളൊരു വഴി ഒരുക്കാൻ കഴിയും. അപ്പോൾ അതിനുള്ള ശ്രമത്തിനാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പഞ്ചായത്ത് പ്രസിഡന്റിനെ കണ്ട് സംസാരിക്കണം. നമുക്ക് അതിനെന്താ ചെയ്യാൻ പറ്റുന്നത് നോക്കാം. അതിനുള്ള ശ്രമത്തിലാണ്. ഇത് പഞ്ചായത്തിലെ മുഴുവൻ കുടുംബങ്ങളും ഇതിൽ ഉൾപ്പെടും അല്ലേ? തീർച്ചയായും. ഓക്കെ, അപ്പോൾ വളരെ നല്ലൊരു കാര്യമാണ്. കൊണ്ടോട്ടി മാത്രമല്ല എല്ലാവരുടെ ഒരു വലിയ പ്രശ്നമാണ് ഷിഹാബ് ഏറ്റെടുത്തിരിക്കുന്നത്. നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ് ഷിഹാബ്. ഓക്കെ. നമുക്ക് ഞങ്ങളിവിടെ ഭരണസമിതി ഏറ്റെടുത്ത സമയത്ത് തന്നെ നമ്മൾ അരട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് മാലിന്യ സംസ്കരണം. ഇതിനിവിടെ ഈ പൂക്കോട് നിന്നും വന്നെത്തിയ ഷിഹാബ് നമ്മൾക്ക് ഈ ദൗത്യം ഏറ്റെടുക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നമുക്കത് അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് എന്ത് വേണമെന്നുണ്ടെങ്കിലും എല്ലാ സഹകരണങ്ങളും നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. മാലിന്യ സംസ്കരണ രംഗത്ത് നൂതനമായ ഒരു രീതികളൊന്നും ഇന്നുവരെ പഞ്ചായത്തിന് ആവിഷ്കരിക്കാൻ സാധിച്ചിട്ടില്ല. ഇത്രയും വലിയ ഒരു മഹാവിപത്ത് ഇവിടെ നിന്ന് തുടച്ചു മാറ്റുന്നതിന് വേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തയ്യാറാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഇതിനു വേണ്ടി സ്ഥലം എടുത്തിടുകയും അതുപോലെ തന്നെ വാഹനവും മറ്റു സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരുന്നെങ്കിലും വേണ്ട വിധം അത് ഫലം ചെയ്തില്ല. കൊണ്ടോട്ടി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് മാലിന്യ കൂമ്പാരവും അതുപോലെ തന്നെ കൊണ്ടോട്ടി വലിയ തോടും ഇന്നൊരു മാലിന്യ കുപ്പത്തൊട്ടിയായി മാറിയിരിക്കുകയാണ്. പാഴ്വസ്തുക്കൾ നിക്ഷേപിക്കാൻ ആവശ്യമായ സൗകര്യങ്ങളില്ലാത്തതുകൊണ്ടാണ് കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡ് ഇങ്ങനെ ശോചനീയാവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ ഓരോരുത്തരോട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ തൽക്കാലം ഇവിടെയുള്ള വേസ്റ്റുകൾ നിക്ഷേപിക്കാൻ നമ്മൾ 2 ബക്കറ്റുകൾ അവർക്ക് നൽകുന്നുണ്ട്. അപ്പോൾ കടയിൽ നിന്നുള്ള വേസ്റ്റുകളാണ് കൂടുതലായിട്ടും ബസ് സ്റ്റാൻഡും പരിസരവും വൃത്തികേടാക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായതുകൊണ്ട് ഇത് 2ഉം അവർക്ക് നൽകുകയാണ്. അപ്പോൾ ഇനി മുതൽ അവർ വേസ്റ്റുകൾ ഇതിൽ നിക്ഷേപിക്കണം. അങ്ങനെ പഞ്ചായത്തിൽ നിന്ന് കണ്ടിട്ട് നമുക്ക് എന്ത് പരിഹാരം കാണാൻ പറ്റുമെന്നതിനെ കുറിച്ച് നമുക്ക് കൂടുതൽ സംസാരിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഒരു പഞ്ചായത്തിൽ നിന്നൊരു പരിഹാരം കിട്ടുന്നത് വരെ ഒരു തൽക്കാലം മാർഗമായിട്ട് ഇവർ ഇതിനെ ഉപയോഗിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ 2 ബക്കറ്റുകൾ നമ്മൾ ഈ ബസ് സ്റ്റാൻഡിന് വേണ്ടി സമർപ്പിക്കുകയാണ്.
കൊണ്ടോട്ടി പഞ്ചായത്തിൽ മാലിന്യം നിക്ഷേപിക്കാൻ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സംവിധാനം ഇതുവരെയായിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ ചീഞ്ഞ് നാറാനുള്ള ഒരു പ്രത്യേക കാരണം. ഷിയാബേ, ആ അപ്പൊ എവിടം വരെ എത്തി? മാലിന്യ സംസ്കരണം ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഏത് രീതിയിലാണ് നിങ്ങൾ ചെയ്യുന്നത്? നമ്മൾ ഇപ്പോൾ ബസ് സ്റ്റാൻഡിൽ നമ്മൾ മലിനങ്ങൾ ശേഖരിച്ച് വെക്കാൻ വേണ്ടിയിട്ട് സൗകര്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ കുറേ വേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്ലാസ്റ്റിക് അല്ലാത്ത വേസ്റ്റുകൾ, പായ് വസ്തുക്കൾ നമുക്ക് ഇതിയിട്ട് കത്തിച്ച് കളയാൻ പറ്റും. അത് പരിസ്ഥിതിക്ക് ഒട്ടും മലിനമല്ലാത്ത രീതിയിലുള്ളൊരു സിസ്റ്റമാണിത്. ഇത് സാധാരണ നമ്മൾ ചെയ്യുകയാണെങ്കിൽ 2 ലക്ഷം 3 ലക്ഷം രൂപ ചിലവുള്ള സംഭവമാണ്. ഇത് വെറും 2000 രൂപ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്ലാസ്റ്റിക് അല്ലാത്ത വേസ്റ്റുകളൊക്കെ ഇവിടുന്ന് കളക്ട് ചെയ്തിട്ട് ഇതിട്ട് നമുക്ക് കത്തിച്ച് കളയാം. ഇവിടെയുള്ള പ്ലാസ്റ്റിക് വസ്തുക്കളൊക്കെ ശേഖരിച്ച് വെച്ചിട്ട് കോഴിക്കോടുള്ളൊരു അമീർക്ക എന്ന് പറഞ്ഞിട്ടുണ്ട്. മൂപ്പര് ഈ പ്ലാസ്റ്റിക് ഉപയോഗിച്ചിട്ട് റീയൂസ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ ഇതൊക്കെ പ്ലാസ്റ്റിക് കളക്ട് ചെയ്തിട്ട് മൂപ്പർക്ക് കൊടുക്കും. അല്ലാത്ത പ്ലാസ്റ്റിക്കുകളൊക്കെ നമ്മളിവിടെ കത്തിച്ച് കളയുന്നൊരു വലിയ ചെലവില്ലാത്ത കാര്യമാണ്. എല്ലാവർക്കും വേണമെങ്കിൽ ഇത് മാതൃകയാക്കാവുന്നതേ ഉള്ളൂ അല്ലേ? എങ്ങനെ ഇത് ചെയ്യുന്നതെന്ന് ഞാൻ കാണട്ടെ. തീർച്ചയായും. കൊണ്ടോട്ടിയുടെ മാലിന്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടറിഞ്ഞു. അതിനൊരു ചെറിയ പരിഹാരം എന്ന രീതിക്ക് നമ്മൾ കൊണ്ടോട്ടിയിലെ ബസ് സ്റ്റാൻഡിൽ വേസ്റ്റുകൾ നിക്ഷേപിക്കുന്നതിന് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. ഇതുപോലെ ഇവിടെയും ഒരുപാട് വേസ്റ്റുകൾ നമുക്ക് ഒന്നുകൂടി കിടക്കുന്നു കണ്ടു. അതിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും നമുക്ക് കത്തിച്ച് കളയാൻ പറ്റുന്ന മാലിന്യങ്ങളും രണ്ടും തരം തിരിച്ചതിന് ശേഷം കത്തിച്ച് കളയാൻ പറ്റുന്ന മാലിന്യങ്ങൾ നമുക്ക് പരിസ്ഥിതിക്ക് ഒട്ടും മലിനമാകാത്ത രീതിയിൽ തന്നെ നശിപ്പിച്ച് കളയാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഷിഹാബ്, ടാസ്ക് കഴിഞ്ഞു, ക്ഷീണിച്ചിട്ടുണ്ട്. വിചാരിച്ച പോലെ തന്നെ നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നുണ്ടോ? നമ്മള് അവിടുത്തെ ആളുടെ സപ്പോർട്ട് നല്ലോണം ഉണ്ടായിരുന്നു. നമ്മുടെ കൂടെയുള്ള ആളുകളുടെ സപ്പോർട്ട്. പിന്നെ നമ്മൾ ലാസ്റ്റ് പഞ്ചായത്ത് പ്രസിഡന്റിനെ കൊണ്ട് പറയിപ്പിച്ചു. ഇതിന് ഒരു പരിഹാരം എത്രയും പെട്ടെന്ന് കാണാമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ പണ്ടത്തെ കൊണ്ടോട്ടി വൃത്തിയുള്ളൊരു കൊണ്ടോട്ടിയാക്കി മാറ്റാൻ നമുക്ക് കഴിയുന്നൊരു വിശ്വാസമുണ്ട്. പിന്നെ നമ്മളൊരു ഫേസ്ബുക്കിലൊരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്, ക്ലീൻ കൊണ്ടോട്ടി എന്ന് പറഞ്ഞിട്ട്. അത് ലോഗിൻ ചെയ്തു. അപ്പോൾ അതിലെന്ത് പ്രശ്നങ്ങൾ കൊണ്ടോട്ടിൽ മാലിന്യത്തിന് പ്രശ്നം ഉണ്ടാകുമ്പോൾ ആർക്കും അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനും അതിൻ്റെ ഫോട്ടോസ് ഇടാനൊക്കെയുള്ള സൗകര്യം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ക്ലബിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ പഞ്ചായത്ത് പ്രവൃത്തി തുടങ്ങുന്നത് വരെ ആ ക്ലബ്ബ് കാര്യങ്ങൾ ഏറ്റെടുത്തോളം എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു പരിവർത്തനത്തിന് തുടക്കം കുറിക്കാമെന്നൊരു വിശ്വാസം എനിക്കുണ്ട്. ഇപ്പോൾ അത് ഷിഹാബിലൂടെ തന്നെ ആയല്ലേ? അതിന് സന്തോഷമില്ലേ? തീർച്ചയായും നാട്ടുകാരും ഹാപ്പിയാണ്.
നാട്ടുകാരെ ഇനി അറിയേണ്ടത് അറിയാലോ, നമ്മുടെ ജഡ്ജസ് ഹാപ്പി ആണോ എന്നറിയണം. നമുക്ക് കമന്റ്സിലേക്ക് പോകാം, ജഡ്ജസിന്റെ കമന്റ്സിലേക്ക്. സമൂഹത്തിലെ വലിയ വലിയ പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള യുവതാരങ്ങൾ ഓരോരുത്തരുടെയും ശ്രമം ഓരോ ടാസ്ക് റൗണ്ടുകളിലൂടെ ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ടാസ്ക് റൗണ്ടിന് എന്താണ് ജഡ്ജസിൻ്റെ അഭിപ്രായമെന്നും മാർക്സും നമുക്കറിയണം. ചോദിക്കാം. മോഹൻകുമാർ സർ. ശിഹാബ് സർ, കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിലെ മാലിന്യം മാത്രമാണ് ശിഹാബ് സംസ്കരിച്ചതല്ലേ? ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തത്. അല്ലല്ല, ഒരു മാതൃക എന്നുള്ളതിലേക്ക്. അവിടെ ഉണ്ട് ഒരു 8 വർഷം മുമ്പ് പഞ്ചായത്തിനൊരു വെഹിക്കിൾ ഉണ്ടായിരുന്നു. ഈ വേസ്റ്റ് ഒക്കെ കളക്ട് ചെയ്തിട്ട് പഞ്ചായത്തിൻ്റെ തന്നെ സ്ഥലമുണ്ട്, 1 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ വേസ്റ്റ് കൊണ്ടുപോയിടുമായിരുന്നു പതിവ്. പക്ഷേ പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള സ്ഥലങ്ങളൊക്കെ പ്ലോട്ടൊക്കെ വിറ്റ് പോയത് കൊണ്ട് അവിടെയൊക്കെ വീട് വന്നു. അപ്പോൾ ആ വീട് വന്നതുകൊണ്ട് അവിടുത്തെ വീട്ടുകാർ പറഞ്ഞു വേസ്റ്റ് ഇനി ഇവിടെ കൊണ്ടു വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ വണ്ടി ഉപയോഗശൂന്യമായിട്ട് കടന്നു പോയത്. അപ്പോൾ ഇപ്പം നമ്മൾ കാണിച്ചു കൊടുത്തു, ഇങ്ങനെ ഒരു മൊബൈൽ ഇൻസിനേറ്റർ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു വണ്ടി വാങ്ങിയിട്ട് അതിൽ തന്നെ ഇത് ഘടിപ്പിച്ച് വെക്കാവുന്ന സാധനമാണത്. അപ്പോൾ ഓരോ പ്ലോട്ടിലും പോയിട്ട് അവിടുന്ന് വേസ്റ്റ് കളക്ട് ചെയ്തിട്ട് കത്തിക്കാൻ പറ്റുന്ന വേസ്റ്റ് കത്തിച്ചിട്ട് ആ ആഷ് ആ വണ്ടി തന്നെ കൊണ്ടുപോയിട്ട് ആ സ്ഥലത്ത് കൊണ്ടുപോയി കളയാന്ന് പറഞ്ഞു. നല്ല ടാസ്ക്കാണ് ശരിക്കും, നല്ലൊരു വർക്കാണ് ശിഹാബ് ഏറ്റെടുത്തിരിക്കുന്നത്. പക്ഷെ എനിക്ക് അതിനകത്തൊരു പ്രശ്നം തോന്നിയത് അതിൻ്റെ സെഗ്രിഗേഷനാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നം അല്ലേ? നമ്മൾ ഈ എന്താണ് ജൈവമാലിന്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും വേർതിരിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു സെഗ്രിഗേഷൻ പ്രോസസ്സ് ഉണ്ടല്ലോ, അതാണ് ഏറ്റവും പ്രയാസം. പിന്നെ പഞ്ചായത്തിൻ്റെ 2 ജോലിക്കാരുണ്ടായിരുന്നു ഈ വണ്ടി ഉണ്ടായിരുന്ന സമയത്ത്. ഇപ്പോൾ ഈ വണ്ടി ഉപയോഗിക്കാതെ ആയപ്പോഴത്തേക്കിനും ആ 2 ജോലിക്കാർക്ക് ഇതിന് സാലറി കൊടുക്കാതെ ഒഴിവാക്കി. അപ്പോൾ വണ്ടി വരുവാണെങ്കിൽ ആ ജോലിക്കാരനെ ഇത് ഡിവൈഡ് ചെയ്തിട്ട് അവരെന്നെ കളക്ട് ചെയ്തോളും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ വർഷം ഏതായാലും പറ്റൂല, അടുത്ത വർഷം ആകുമ്പോഴത്തേക്കിനും അതിന് വേണ്ട ഫണ്ട് മാറ്റി വെക്കാന്നൊക്കെ പറഞ്ഞത്. എനിക്കൊരു സജഷൻ ഉണ്ടായിരുന്നു. ബസ് സ്റ്റാൻഡിൽ ഷിഹാബ് 2 ബക്കറ്റുകൾ കൊണ്ട് വെച്ചല്ലോ, പ്ലാസ്റ്റിക് ബാസ്ക്കറ്റ്, പ്ലാസ്റ്റിക് ബാസ്ക്കറ്റുകൾ കൊണ്ട് വെച്ചു. പക്ഷെ അതിനകത്ത് ഒന്നിൽ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇടാനും ഒന്നിലെ ജൈവമാലിന്യങ്ങൾ ഇടാനായിട്ട് ഒന്ന് എഴുതി വെച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ സെഗ്രിഗേഷൻ എളുപ്പമായേനെ. ഇതെന്താ പറ്റിയാന്ന് വെച്ചാൽ ഇത് വീണ്ടും ഒരുമിച്ച് തന്നെ കൊണ്ടിടും. നിങ്ങൾക്ക് വീണ്ടും എൻ്റെ ഈ വേർതിരിച്ചെടുക്കുക എന്ന് പറയുന്നൊരു വലിയ ഒരു പ്രശ്നമാണ്. അത് തന്നെയല്ല, ഒരുപാട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അറിയാതെ കത്തിക്കുകയും ചെയ്യും. നമ്മൾ എത്ര ശ്രമിച്ചാലും ഇതിനിടയ്ക്ക് കുറേ പ്ലാസ്റ്റിക് വരും. അത് നമ്മുടെ പരിസ്ഥിതിക്ക് ഭയങ്കര ദോഷമാണ്. അപ്പോൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കാതിരിക്കാൻ വേണ്ടി അതിനെ പ്രത്യേകം മാറ്റിയെടുക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ വേണേൽ ചെയ്യാം, ഇനി വേണമെങ്കിൽ ചെയ്യാവുന്നേ ഉള്ളൂ. അതിനെ 2 പർപ്പസിനായിട്ട് വെക്കുക. ജൈവമാലിന്യങ്ങൾ ഇടാനായിട്ട് ഒരു ബാസ്ക്കറ്റ്, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇടാനായിട്ട് മറ്റൊരു ബാസ്ക്കറ്റ്, അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ടൊരു ബാസ്ക്കറ്റോടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് അവിടെ കൊണ്ടുവയ്ക്കുക. നല്ലൊരു അറ്റംപ്റ്റാണ്, നല്ല ശ്രമമായിരിക്കുന്നു. ഇത് ശരിക്കും മറ്റ് ഭാഗങ്ങളിലേക്കൊക്കെ ഇത് ചെയ്യണം. പഞ്ചായത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്കെല്ലാം ഇത് വ്യാപിപ്പിക്കുകയാണെങ്കിൽ മാലിന്യ പ്രശ്നത്തിന് വലിയൊരു പരിഹാരമാകും. നല്ല അറ്റംപ്റ്റാണ്. 15 മാർക്സ്. മധുപാൽ സർ. ഷിഹാബുദ്ദീൻ സർ, ഇത് കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിൽ നിന്ന് മാറ്റിയിട്ട് വേറെ എവിടെയൊക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ട്? എവിടെയൊക്കെ ചെയ്തിട്ടുണ്ട്? ഇല്ല, നമ്മൾ ഈ ഐഡിയ ആദ്യമായിട്ട് ഇവിടെയാണ് തുടങ്ങുന്നത്. എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു വ്യവസായ ഏകോപന സമിതിയുടെ ഒരു ചേട്ടനുണ്ട്. അപ്പോൾ ഈ ചേട്ടനാണ് ഇങ്ങനെ ഒരു ഐഡിയ എനിക്ക് പറഞ്ഞു തന്നത്, ഇങ്ങനെ ചെയ്യാൻ പറ്റും, പക്ഷേ ശരിക്കും ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ചിലവാണ്, ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ കത്തിക്കുന്ന ഉപകരണം ഇൻസിനേറ്റർ ആരാ ചെയ്യിപ്പിച്ചത്? അവിടുത്തെ വ്യവസായ ഏകോപന ഓൾറെഡി ഉണ്ടായിരുന്നതാണ് അതല്ലേ? അയാൾ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു, ഫസ്റ്റ് ഉണ്ടാക്കി വെച്ചതായിരുന്നു. പക്ഷെ അതിന് പബ്ലിസിറ്റി കിട്ടാതെ ആരും അത് ശ്രദ്ധിക്കാതെ പോയി. അപ്പോൾ അയാൾ പറഞ്ഞു എനിക്കിത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയില്ല, ഫസ്റ്റ് ആയിട്ട് നമുക്കിങ്ങനെ തുടങ്ങി നോക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ അവിടുത്തെ പോലീസ് സ്റ്റേഷൻ, അതുപോലെ 2 ബസ് സ്റ്റാൻഡ്, അവിടേക്ക് നമ്മളിത് വെച്ച് എന്നിട്ട് ഇപ്പോൾ പ്ലാൻ ചെയ്തത് പുതിയ വണ്ടി വാങ്ങിയതിന് ശേഷം ആ വണ്ടിയിൽ തന്നെ ഇത് ഘടിപ്പിച്ച് വെക്കുകയാണെങ്കിൽ ഓരോ സ്ഥലത്ത് പോയിട്ട് അവിടെ തന്നെ കത്തിച്ചിട്ട് ആ ആശ് കൂടെ വണ്ടിയിൽ ഇട്ടിട്ട് കൊണ്ടുപോകാനുള്ള സൗകര്യം ചെയ്താൽ അതോ പറ്റുമെന്നൊക്കെ പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് എങ്ങനെയൊക്കെയായിരുന്നു അവരുടെ ആറ്റിറ്റ്യൂഡ്? ഫസ്റ്റ് ഞാൻ ചെന്ന് കണ്ട സമയത്ത് പറഞ്ഞു ഇത് കുറേ ചെയ്ത് നോക്കിയതാണ്, ഈ വേസ്റ്റിൻ്റെ കാര്യത്തിൽ നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയില്ല, വെറുതെ റിസ്ക് എടുക്കാന്നൊക്കെ പറഞ്ഞു അവർ.
അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല നമുക്ക്, അപ്പോൾ എൻ്റെ മുമ്പത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോഴാണ് അങ്ങനെ പറഞ്ഞത്, ഒരു പ്ലോട്ട് ഉണ്ടായിരുന്നു വേസ്റ്റ് കൊണ്ടിടാൻ. അപ്പോൾ അതിൻ്റെ തൊട്ട് അപ്പുറത്തൊക്കെ വീട് വന്നതിന് ശേഷം അവിടെ വേസ്റ്റ് ഇടാൻ പറ്റില്ലെന്ന് അവർ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പിന്നെ വണ്ടി ഉപയോഗിക്കാതെ കേട് വന്നതാണ്, 8 വർഷത്തോളമായി അങ്ങനെ കിടക്കുന്നു എന്ന് പറഞ്ഞു. വണ്ടി വാങ്ങിക്കാനുള്ള സൗകര്യം പഞ്ചായത്ത് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടോ? ചെയ്യാം. അവിടുത്തെ അതിന് വേണ്ടി വേസ്റ്റിൻ്റെ നിർമ്മാർജ്ജനത്തിന് വേണ്ടി എന്ത് ഫണ്ടും മാറ്റി വെക്കാൻ തയ്യാറാണ്. പക്ഷേ അതുകൊണ്ട് ഒരു സൊല്യൂഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മൾ അത്രയും കാശ് കൊടുത്ത് വണ്ടി വാങ്ങിയിട്ട് ആ വണ്ടി ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റാതെ കിടക്കുകയാണ്. അപ്പോൾ നല്ലൊരു സ്ഥിരം ഒരു സൊല്യൂഷൻ ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ഞാൻ ഫണ്ട് മാറ്റി വെക്കുന്നുള്ളൂ. വെറുതെ വേസ്റ്റ് ആയി പോവാണ് ഫണ്ട് എന്നൊക്കെ പറഞ്ഞു. ഒരർത്ഥത്തിൽ ആ നാട്ടുകാരെ കൂടെ കൃത്യമായിട്ട് ബോധവൽക്കരിച്ചാൽ മാത്രമേ ഈ ഇതിനൊരു റിയൽ സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതല്ലാതെ നമ്മൾ എന്തെല്ലാം ചെയ്തിട്ടും കാര്യമില്ല. ജനത്തിന് തന്നെ കൃത്യമായിട്ട് അവൻ ജീവിക്കുന്ന പരിസരം ശുചികരമാകണമെന്നും അന്യൻ്റെ പറമ്പിലേക്ക് സാധനം വലിച്ചെറിയരുതെന്ന് പറയുന്നൊരു തോന്നലുണ്ടാകാത്തടത്തോളം കാലം നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം വ്യർത്ഥമാണ്. ഓൾ ദി ബെസ്റ്റ്. ഇത് തുടർച്ചയായിട്ട് മറ്റ് പഞ്ചായത്തുകളിലേക്കും കൂടെ വ്യാപിപ്പിക്കാനുള്ള മനസ്സും പ്രയത്നവും ഉണ്ടായാൽ മാത്രമേ ഇത് നിലനിൽക്കുള്ളൂ. ആയതിനാൽ ഷിഹാബുദ്ദീൻ്റെ പ്രവർത്തികൾക്ക് നല്ലത് വരട്ടെ, കഴിയുമെന്ന് വിചാരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. 14 മാർക്സ്. താങ്ക് യു സാർ. പറയൂ ഷിഹാബുദ്ദീൻ, മാലിന്യ സംസ്കരണം ഈ വേദിയിൽ തന്നെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും വിപുലമായി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതും കൃത്യമായി പഞ്ചായത്തിനെയും അവിടുത്തെ ജനങ്ങളെയും വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ അദ്ദേഹത്തെയും എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് വളരെ മനോഹരമായി തന്നെ ഷിഹാബുദ്ദീന് ചെയ്യാൻ സാധിച്ചു. ഒരു സുന്ദരമായ കൊണ്ടോട്ടി എന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വപ്നം തന്നെയാണ്. അവിടെ എയർപോർട്ടൊക്കെ ഉള്ളത് കൊണ്ട് ഒരുപാട് വിദേശികൾക്ക് സ്ഥിരം വന്നു പോകുന്ന സ്ഥലമാണ്. അപ്പൊ അത് തന്നെ അത്ര മലിനമായ നമ്മളെ കേരളത്തെ കുറിച്ച് അവർക്ക് കൺസെപ്റ്റ് ഉണ്ടാവും. തീർച്ചയായും നമ്മൾ ചില പരസ്യങ്ങളൊക്കെ കണ്ടിട്ടുള്ള പോലെ നമ്മൾ കാണിച്ചു കൊടുക്കുന്ന കേരളം മറ്റൊന്നാണ്. ഇപ്പോൾ അവസ്ഥ മാറി ഗോഡ്സ് ഓൺ കൺട്രി ആയി തന്നെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കട്ടെ. വളരെ നല്ലൊരു ശ്രമം തന്നെയാണ് ഷിഹാബുദ്ദീൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഒരു തുടക്കം കുറിക്കാൻ ഒരാളുടെ കുറവ് അത് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഷിഹാബുദ്ദീനിലൂടെ പരിഹരിച്ചു കഴിഞ്ഞിരിക്കുന്നു. എല്ലാ ആശംസകളും. മൈ മാർക്ക് ഈസ് 7 out of 10. ഷിഹാബുദ്ദീൻ 36 മാർക്സ് ആണ് ടാസ്ക് റൗണ്ടിൽ ഷിഹാബുദ്ദീൻ ലഭിച്ചിരിക്കുന്നത്. മാർക്കിലുപരി ഇത് സമൂഹത്തിന് പ്രചോദനമാവട്ടെ എന്ന് നമുക്ക് ആശിക്കാം. എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ വേദിയിൽ ടാസ്ക് റൗണ്ടുമായി എത്തുന്നു തിരുവനന്തപുരം സ്വദേശിനിയായ അശ്വതി ചന്ദ്. നമുക്ക് സ്വാഗതം ചെയ്യാം അശ്വതി ചന്ദിനെ. അശ്വതി ചേച്ചി, ടാസ്ക് റൗണ്ടിൽ മികച്ചൊരാശയം അത് മികച്ച രീതിയിൽ തന്നെ നമുക്ക് ദൃശ്യമാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമുക്ക് വീഡിയോ കോളിലേക്ക് പോകാം. ശരി. സുഖമില്ലാത്ത സ്വാധീനമില്ലാത്ത റോബിൻസൺ എന്നൊരു മാമനുണ്ട്. മാമൻ എൻ്റെ നാട്ടുകാരൻ തന്നെയാണ്. ഞാൻ കുഞ്ഞുനാളിലെ കാണുന്നൊരു വ്യക്തിയാണ്. ഞാൻ കുഞ്ഞുനാളിലെ അത്രയും കാലിന് പ്രശ്നമില്ലെങ്കിലും ക്രമേണ ഒട്ടും നടക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇപ്പോൾ ക്ലച്ചസ് യൂസ് ചെയ്താണ് മാമൻ നടക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്, മാമന് 16 വർഷങ്ങൾക്ക് മുമ്പ് ഗവൺമെൻറ് അംഗവൈകല്യം ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് സ്ഥലം
മാമന് സ്വന്തമായിട്ടൊരു ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട് കൊടുത്തിരുന്നു. അവിടെ മാമൻ ഒരു ബൂത്ത് നടത്തിയിരുന്നു 16 വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷേ അത് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ തന്നെ മാമൻ്റെ ശാരീരികാവസ്ഥയും പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കൊണ്ട് മാമൻ്റെ കട നിർത്തലാക്കി. പിന്നെ ബുദ്ധിമുട്ടുകൾ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയാതെയായി. എൻ്റെ ടാസ്ക്കായിട്ട് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് മാമന് ഈ കട തുടർന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ, കടയിലത്തേക്ക് കുറച്ച് സാധനങ്ങളും സ്റ്റാൻഡും അതുപോലെ തന്നെ ഇതെല്ലാം ചെയ്തു കൊടുക്കണമെന്ന് ആഗ്രഹിച്ച് അതിനൊരു സജ്ജീകരണം എല്ലാം ചെയ്ത് കുറേ കാശൊക്കെ സ്പോൺസേഴ്സിൽ നിന്ന് പിരിച്ചെല്ലാം ചെയ്തു കഴിഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോൾ മാമന് വേറൊരു ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കിയത്, 2 കാലം സുഖമില്ലാത്തത് കൊണ്ട് തന്നെ മാമന് യാത്രാ സൗകര്യം വളരെ ദുർഘടമായിട്ടുള്ളൊരു അവസ്ഥയിലാണ്. ഞാൻ അന്വേഷിച്ചപ്പോൾ മാത്രമല്ല ഞാൻ ചോദിച്ചറിഞ്ഞപ്പോൾ മാമൻ പറഞ്ഞത്. അത് ഞാൻ മനസ്സിലാക്കിയതുകൊണ്ട് മാമന് യാത്രാ സൗകര്യത്തിനായിട്ട് ഒരു വണ്ടി എടുത്തു കൊടുക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം തോന്നി. അങ്ങനെ ഞാൻ ഇന്ന് മാമന് കട തുടങ്ങി വെക്കാനുള്ള കുറച്ച് സാധനങ്ങളും അതോടൊപ്പം തന്നെ ഞാൻ മാമന് ഒരു വണ്ടിയും പ്ലഷറാണ് ഞാൻ എടുത്ത് കൊടുക്കുന്നത്. അശ്വതി നാട്ടുകാരുടെയും അഭ്യുദയകാംക്ഷികളുടെയും എല്ലാം സഹായത്തോടു കൂടി റോബിൻസനെ വീണ്ടും ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ശ്രമം നടത്തിയതിൻ്റെ ഭാഗമാണ് ഇവിടെ ഈ കടയിലെ സാധനങ്ങളും അതേപോലെ തന്നെ മറ്റ് സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് വന്നു പോകുന്നതിന് ഒരു പ്ലഷർ മോട്ടോർ ബൈക്ക് എടുത്തുകൊണ്ട് സഹായിക്കുവാനുള്ള ആ ശ്രമം വളരെയധികം സന്തോഷകരമായ ദിനമാണ്. സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഉദ്ഘാടന ചടങ്ങാണ്. ചടങ്ങ് നിർവഹിക്കുന്നത് മുൻ വിഴിഞ്ഞം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും റോബിൻസൺ മാമൻ താമസിക്കുന്ന റെസിഡൻഷ്യൽ അസോസിയേഷൻ്റെ പ്രസിഡന്റുമായിട്ടുള്ള ശ്രീ വിൽസൺ സാറാണ്. എല്ലാവർക്കും കൊടുക്കാൻ ഉണ്ടായി.
സമ്മാനദാന ചടങ്ങാണ്. വണ്ടി ഇതാണ് വണ്ടി. ഇതിന് വീല് സെപ്പറേറ്റ് അഡീഷണൽ ഉണ്ട്. അത് കമ്പനിയിൽ നിന്നും ഇതുവരെ ചെയ്ത് കിട്ടിയിട്ടില്ല. അത് 10 ദിവസത്തിനകത്ത് അഡീഷണൽ വീല് ഫിറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പേര് സി റോബിൻസൺ എന്നാണ്. ഞാൻ ജന്മനാ വൈകല്യമുള്ള ആളല്ല. ഞാൻ SLC കഴിഞ്ഞ ശേഷം ഞാൻ രോഗിയായി തീർന്ന് അതിനുശേഷം രോഗക്കിടയിൽ നടക്കാൻ തുടങ്ങിയ ശേഷമാണ് ഒരു ഉപജീവന മാർഗത്തിന് വേണ്ടി ഗവൺമെൻറ്റിലെ അപേക്ഷ കൊടുത്ത് എനിക്ക് അല്പം സ്ഥലം ഗവൺമെൻറ് തരികയും 16 വർഷം കഴിയുകയും ചെയ്തു. എനിക്ക് പട്ടയമുണ്ട്, എൻ്റെ സ്വന്തം ഭൂമിയാണ്. അങ്ങനെ ഞാൻ ടെലിഫോൺ ബൂത്ത് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം വീണ്ടും രോഗിയായി തീർന്ന് ഞാൻ അവിടെ കിടക്കയായതുകൊണ്ട് കട അടച്ചിടേണ്ടി വന്നു. ഈ സംരംഭം ചെയ്ത വലിയ ഈ ഉപകാരത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. പോലെ തന്നെ ഈ ഒരു ഉദ്യമം എനിക്ക് വളരെ മനോഹരമായിട്ട് ചെയ്ത് തീർക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എനിക്ക് വേണ്ടി ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു. ഇങ്ങനൊരു ടാസ്ക് ഏറ്റെടുത്തപ്പോൾ തന്നെ ഞാൻ സമീപിച്ചവരെല്ലാവരും എന്നോട് വളരെ പോസിറ്റീവായിട്ടാണ് റെസ്പോണ്ട് ചെയ്തത്. എൻ്റെ റിലേറ്റീവ്സ് ആയാലും എൻ്റെ ഫാമിലി ഫ്രണ്ട്സ് ആയാലും എൻ്റെ ഫ്രണ്ട്സ് ആയാലും എല്ലാവരും വളരെ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ വളരെ നല്ല രീതിയിൽ തന്നെ എനിക്ക് ഈ ഒരു പ്രവർത്തനം എനിക്ക് ആത്മസംതൃപ്തിയോടെ ചെയ്യാൻ സാധിച്ചു. ടാസ്ക് കണ്ടു. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ടാസ്കിൽ ഇനി തുടർ നടപടികൾ കുറേയൊക്കെ ഉണ്ടെന്ന് തോന്നല്ലേ അശ്വതിയുടെ ഭാഗത്ത് നിന്ന്? അതായത് ഇതിപ്പോൾ തൽക്കാലം ചെയ്തു കൊടുത്തു. അപ്പോൾ അങ്കിള് 2 ദിവസം കഴിഞ്ഞ് വിളിച്ചിട്ട് തട്ടുകടയുടെ ഒരു ഇത് ചെയ്യണം എന്ന് പറഞ്ഞു. അതുകൂടെ ആഗ്രഹമുണ്ട്. കാര്യം അങ്കിളിൻ്റെ വൈഫും കൂടെ കടയിൽ തന്നെ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നുവെച്ചാൽ അങ്കിളിൻ്റെ വൈഫ് ഹാർട്ട് പേഷ്യൻ്റ് ആണ്. എങ്കിലും അങ്കിളുടെ കൂടെ ഹെൽപ്പിന് വേണ്ടിയിട്ട് വൈഫ് നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു തട്ടുകട തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ ഒരാളെ കൂടെ വെച്ചിട്ട് ഇവർക്ക് അതുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് അങ്കിൾ എന്നോട് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാശ് പിരിക്കണതും അങ്ങനെ. അപ്പോൾ അത് അങ്കിളിനോട് സംസാരിച്ചപ്പോൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നല്ലൊരു സ്ഥലമാണ്, കോവളം ബീച്ചിലോട്ട് പോകുന്നതിൻ്റെ സൈഡിലാണ്. അപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല, അങ്ങനെ സെയിലുണ്ട്. അതെ, ശരി, നമുക്ക് മാർക്സ് ചോദിച്ചറിയാം. അഭിപ്രായങ്ങൾ ആദ്യം മോഹൻകുമാർ സർ. അശ്വതി സർ, എന്താ പറയാന്നറിയില്ല. ഒരു കുടുംബത്തിൻ്റെ വഴിമുട്ടിയ ജീവിതത്തിലേക്ക് അശ്വതി വെളിച്ചം പകർന്നു കൊടുത്തിരിക്കുകയാണ്. വലിയൊരു ടാസ്ക്കാണ് ഏറ്റെടുത്തത്. കൺഗ്രാറ്റ്സ്. എന്തായിരുന്നു മാമൻ്റെ പ്രതികരണം? അശ്വതിയെ നേരിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ചല്ല, അശ്വതിയായിട്ട് നേരിട്ട് സംസാരിച്ചപ്പോൾ ഉള്ള പ്രതികരണം എന്തായിരുന്നു ആ കുടുംബത്തിൻ്റെ? സാർ, എല്ലാ ദിവസവും രാത്രി എന്നെ വിളിച്ചിട്ട് ഇന്ന് എന്തൊക്കെ കൊടുത്തു, എന്തൊക്കെ സാധനങ്ങൾ കടയിൽ നിന്ന് വിറ്റ് പോയിട്ടുണ്ട് എന്നെല്ലാം എന്നെ വിളിച്ച് പറയാറുണ്ട്. എന്തെങ്കിലും സാധനം ഇനി കുറഞ്ഞു കഴിഞ്ഞാൽ അതിന് കാശ് വേണമെങ്കിൽ, അതായത് ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയിൽ അത് വാങ്ങിക്കാൻ, ഇപ്പോൾ വെള്ളമൊക്കെ തീർന്നു പോയപ്പോൾ എന്നോട് ഇങ്ങോട്ട് വിളിച്ച് ചോദിച്ചു, അശ്വതി മോളെ, എൻ്റെ വീട്ടിൽ പേര് ചിഞ്ചു എന്നാണ്, അപ്പോൾ അങ്ങനെയാണ് വിളിക്കാറ്. ഇതുപോലെ ചിഞ്ചു ഇതെല്ലാം തീർന്നു പോയി, അപ്പോൾ കാശിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ആ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട്, അപ്പോൾ അതുകൂടെ വാങ്ങണം. അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് വീണ്ടും സഹായിച്ചു. ഞാൻ കടയിലെത്തിക്ക് കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങിക്കൊടുത്തു. ഈ ടാസ്ക് പൂർത്തിയായപ്പോൾ ചിന്നുവിന് സന്തോഷം തോന്നിയോ? സന്തോഷം തോന്നി സാർ, തീർച്ചയായും. അദ്ദേഹത്തിൻ്റെ ആ ഒരു വൈകല്യം കണക്കിലെടുത്ത് ഒരു വാഹനം കൂടി സംഘടിപ്പിക്കാനായിട്ട് അശ്വതി ശ്രമിച്ചു എന്നുള്ളതാണ് ഈ ടാസ്കിൻ്റെ ഏറ്റവും വലിയൊരു മഹത്തരമായ ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നത്. പിന്നെ അത് മാത്രമല്ല സാർ, ഇപ്പോൾ വണ്ടി അങ്കിളുടെ വൈഫും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം അവർക്ക് ഡ്രൈവിംഗ് അറിയില്ല. അപ്പോൾ എല്ലാ ദിവസവും ഓട്ടോയിലാണ് എവിടെയും
പോകുന്നത് ഓട്ടോയിലാണ്. അപ്പോൾ ദിവസം അതിന് തന്നെ ഒത്തിരി കാശ് ചിലവാകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ രണ്ടുപേരും ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ താൽക്കാലികമായിട്ട് എൻ്റെ അമ്മയുടെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട് അങ്കിളിൻ്റെ വീട്ടിൻ്റെ അടുത്ത്. ആ അങ്കിള് പോകുന്ന വഴിക്കും തിരിച്ച് വരുന്ന വഴിക്കും ഈ അങ്കിളിനെ കടയിൽ കൊണ്ടാക്കുകയും തിരിച്ച് വിളിക്കുകയും ചെയ്യും. അങ്ങനെ ആ ചേട്ടനോട് ഞാൻ പറഞ്ഞ് സംസാരിച്ച് ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അവർ അങ്ങനെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ യുവതാരത്തിൻ്റെ വേദി വിട്ടാലും ജീവിതത്തിൽ ഇനി ഒരുപാട് ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് അശ്വതിക്ക് കഴിയട്ടെ എന്ന് അതിനുള്ളൊരു നല്ല മനസ്സുണ്ടാവാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അശ്വതിക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. 20-ൽ 14 മാർക്ക്. താങ്ക് യു സർ. മധുപാൽ സർ. അശ്വതി, ഈ നേരത്തെ ഇവരുടെ ജീവിതത്തിലൊക്കെ എങ്ങനെയായിരുന്നു കാര്യങ്ങളൊക്കെ നടന്നിരുന്നത്? ആരെങ്കിലും സഹായിക്കാനുണ്ടോ? അങ്ങനെയാണ് എൻ്റെ വീട്ടിലും വരുന്നത്. അങ്ങനെയാണ് എനിക്ക് കുഞ്ഞിലെ പരിചയം. അങ്ങനെയാണ് എൻ്റെ വീട്ടിലും ശരിക്കും പറഞ്ഞാൽ ഒരു മാസത്തിലൊരു 3-4 ദിവസവും അങ്ങനെ എൻ്റെ വീട്ടിൽ വരാറുണ്ട്. വേറൊരു കാര്യമുള്ളത്, ഇപ്പം ഇതിനകത്ത് എനിക്കൊരു ചെറിയ ടെൻഷൻ തോന്നിയത്, ഇപ്പം കച്ചവടം നടക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണല്ലേ? കാര്യം ആ ഏരിയ അങ്ങനത്തെ ഏരിയ ആണ്. അതുകൊണ്ട് കോളം പോകുന്നുണ്ട് അല്ലേ? ഈ കിട്ടുന്ന പൈസ കച്ചവടത്തിന് കൂടെ ചേർത്തിട്ടല്ലേ റോബിൻസൺ കൊണ്ടുപോകുന്നത്? അതോ അതിനും ഇപ്പോഴും അശ്വതിയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്? ഇല്ല സർ, ഈ അത് സേവ് ചെയ്തുകൊണ്ട് തന്നെയാണ് അങ്കിള് വാങ്ങുന്നത്. പിന്നെ കൂടുതൽ കാശ് ഇപ്പോൾ കൂടുതൽ കച്ചവടം നടക്കുന്നുണ്ട് സർ ശരിക്കും പറഞ്ഞാൽ അവിടെ. അപ്പോൾ അത്രയും ഇല്ലാതെ വരുമ്പോൾ അതിനാണ് ഞാൻ വീണ്ടും സഹായിച്ചു എന്ന് പറഞ്ഞത്. അങ്ങനെ അത് വീണ്ടും കൂടുതൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് സഹായിച്ചത്. അല്ല, ശ്രദ്ധിച്ച് കച്ചവടം എന്ന് പറയുന്നത് ആൾക്ക് അറിയാവുന്ന തന്നെയായിരിക്കും. പക്ഷേ എങ്കിൽ പോലും ഈ പറയുന്നത് ഒരു ഹാൻഡികാപ്പബിലിറ്റി പലപ്പോഴും പല ആളുകളും മിസ്യൂസ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയെ കൊണ്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കാൻ ഒരാളുണ്ടെന്ന് തോന്നലുണ്ടാക്കുന്നത് എപ്പോഴും നല്ലതാണ്. നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള നിങ്ങളുടെയൊക്കെ ആൾക്കാരുടെയും ഒരു കണ്ണെപ്പോഴും അദ്ദേഹത്തിന് ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന് ഒരു സമാധാനവും കിട്ടുന്ന ഒരു കാര്യമാണ് ചെയ്തത്. എന്തായാലും ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് ഒരു വലിയ കാര്യം വെച്ച് കഴിഞ്ഞാൽ, അശ്വതി പറയുന്നു ഒരാൾ സഹായിക്കാൻ ഉണ്ടാവുന്നു. ആ മാമനെ കൊണ്ടുപോകാനൊരു വണ്ടിയില്ല, വണ്ടി ആകുന്നത് വരെ വേറൊരാളോട് പറഞ്ഞിട്ട് ഒരു അങ്കിളിനോട് പറഞ്ഞു അദ്ദേഹം പോകുന്ന വഴിക്കും തിരിച്ചു കൊണ്ടുവരാനൊക്കെ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു വളരെ വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലത്തെ ഗ്രാമ്യമായ അന്തരീക്ഷത്തിൽ മനുഷ്യന്മാർ പരസ്പരം സഹായിച്ചിരുന്ന, അയൽക്കാരനെ സ്വന്തം പോലെ കരുതിയിരുന്ന ഒരു കാലമുള്ള ആ മനസ്സ് ഇപ്പോഴും നശിച്ചിട്ടില്ലെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു കർമ്മമാണ് അശ്വതി ഇപ്പോൾ ചെയ്തതിൽ നിന്നും എനിക്ക് മനസ്സിലാവുന്നത്. അതൊരു വലിയ കാര്യമാണ്. ഇത് മറ്റുള്ളവർക്ക് പ്രചോദനമായി മാറാട്ടെ. അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രമേ മനുഷ്യൻ നിലനിൽക്കുകയുള്ളൂ. സോ ഓൾ ദി ബെസ്റ്റ്. 13 out of 20. താങ്ക് യു സർ. താങ്ക് യു. സരയു. അശ്വതി ചേച്ചി, വളരെ മഹത്തരമായ ഒരു കാര്യം തന്നെയാണ് അശ്വതി ചെയ്തിട്ടുള്ളത്. ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു ആൾക്ക് ഒരു ഉപജീവന മാർഗം നേടിക്കൊടുക്കാൻ അശ്വതിക്ക് സാധിച്ചു. നമ്മളൊരാളെ പണം കൊടുത്ത് അല്ലെങ്കിൽ ഭക്ഷണം കൊടുത്ത് സഹായിക്കുക എന്നുള്ളതിനപ്പുറമാണ് അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ, സ്വയം ജോലി ചെയ്ത് ജീവിക്കാൻ പ്രാപ്തരാക്കുക എന്ന് പറയുന്നത്. അതെന്തായാലും അശ്വതിക്ക് സാധിച്ചു. വലിയ മനസ്സിന് നന്ദിയുണ്ട്. മറ്റൊന്ന്, നമ്മളൊരു കോമ്പറ്റീഷനിൽ ഇങ്ങനെ ഒരു ടാസ്കുമായി നമ്മൾ എത്തുമ്പോൾ ഇതേപോലത്തെ ആശയങ്ങളുമായി സുഹൃത്തുക്കൾ എത്താതിരിക്കാൻ അവരുമായി ഒരു ഇൻട്രാക്ഷനോ ഒരു ചർച്ചയോ നടത്തുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ ഒരു ടാസ്ക് ഒരു കോമ്പറ്റീഷൻ എന്നുള്ള ലെവലിൽ വരുമ്പോൾ ചിലപ്പോൾ റിപ്പീറ്റേഷൻ നമുക്ക് ഫീൽ ചെയ്യാം. അതിനപ്പുറം ഒരു വലിയ കാര്യമാണ് അശ്വതി ചെയ്തിട്ടുള്ളത്. പക്ഷേ യുവതാരം എന്നുള്ള പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ ഒരു വശം കൂടി ഈ കാര്യത്തിനുണ്ട്. അപ്പോൾ അതൊന്ന് സുഹൃത്തുക്കളുമായി മറ്റു കുട്ടികളുമായി ഡിസ്കസ് ചെയ്താൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു. ആൻഡ് മൈ മാർക്ക് ഈസ് 6 out of 10. താങ്ക് യു ചേച്ചി. 33 മാർക്സാണ് ഈ റൗണ്ടിൽ അശ്വതി സ്വന്തമാക്കിയിരിക്കുന്നത്. ടാസ്ക് എന്നതിലുപരി അതിനൊരു തുടർച്ച നമ്മുടെ വിധികർത്താക്കൾ പറയുന്നത് പോലെ സൂക്ഷിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞ ആ തുടർച്ച സൂക്ഷിക്കുന്നതിൽ ഞങ്ങളും ഒരുപാട് നന്ദി പറയാണ് അശ്വതിയോട്. ആശംസകൾ. താങ്ക് യു ചേച്ചി. ഈ വേദിയിൽ ഇനി അരങ്ങേറുന്നത് പെർഫോമൻസ് ആണ്. പെർഫോമൻസ് റൗണ്ടിനായി നമുക്ക് സ്വാഗതം ചെയ്യാം ആലപ്പുഴ സ്വദേശിനിയായ അൻസിയ റഹീമിനെ. അൻസിയ റഹീം, സ്വാഗതം. അൻസിയ, എന്താണിത്? ഇപ്പം നന്നായിട്ട് ഒരുങ്ങാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മികച്ച രീതിയിൽ ഇവിടെ ഒരു നൃത്തം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി.
അൻസിയ, യെസ് ചേച്ചി. പെർഫോമൻസ് സാധാരണ പോലെ തന്നെ കൊറിയോഗ്രാഫർ സ്വന്തം തന്നെയാണോ? അതെ. അതെ. കൂടെ കളിച്ചത് സിസ്റ്റർ. ഓക്കെ, ശരി. അപ്പോൾ എന്തായാലും സെലിബ്രിറ്റി ഗസ്റ്റ് തയ്യാറാണ്. തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ വിശദമായി തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം, ഒപ്പം മാർക്സും അറിയാം. സറിയൂ. ആൻസിയ കൊറിയോഗ്രാഫർ ആരാണ്? തന്നെയാണ്. അപ്പോൾ ഒരു കൈ എഴുതാം. താങ്ക് യു ചേച്ചി. നല്ല എഫേർട്ടായിരുന്നു. താങ്ക് യു. കുറച്ച് ലെങ്ത് ഉള്ളൊരു സോങ് ആണത്. അപ്പോൾ എനിക്ക് തോന്നി ഇത്തരം ഒരു പെർഫോമൻസിന് വേണ്ടി എടുക്കുമ്പോൾ ഒന്നല്ലേ അത് കട്ട് ഷോട്ട് ചെയ്യായിരുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സോങ് ആയിട്ട് ബ്ലെൻഡ് ചെയ്ത് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ത്രൂ ഔട്ട് ആ ഒരു സ്ട്രെയിൻ നമുക്ക് ഫീൽ ചെയ്യില്ലായിരുന്നു. നമ്മൾ സ്റ്റേജിലും ഈ ഒരു സോങ് ചൂസ് ചെയ്യുകയാണെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സോങ്ങിൻ്റെ ഒപ്പമേ ഇത് ചെയ്യാറുള്ളൂ അധികം. കാരണം നല്ലൊരു ഫുൾ ഓൺ എനർജി ഉള്ള സോങ് ആണ്. അപ്പം അത് കഴിവതും ഭംഗിയായി തന്നെ കളിക്കാൻ ആൻസിയും പാർട്ട്ണറും ശ്രമിച്ചു. പാർട്ട്ണർ ആരായിരുന്നു? അത് എൻ്റെ സിസ്റ്ററാണ്. സിസ്റ്ററും ശ്രമിച്ചിട്ടുണ്ട്. മറ്റൊന്ന് കോസ്റ്റ്യൂം കുറച്ച് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട് ആൻസിയനെ. സിസ്റ്ററിന് അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാമായിരുന്നു. കാരണം പ്രൊഫൈലിലുള്ളത് ഡാൻസർ എന്നാണ്. അപ്പോൾ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്യും. അല്ലാത്തൊരാളാണ് വന്ന് പെർഫോം ചെയ്യുന്നതെങ്കിൽ ഞാനതൊക്കെ വിട്ട് കളയും. ഡാൻസർ എന്നുള്ള സ്ഥിതിക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു സ്റ്റേജിൽ കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. മറ്റൊന്ന്, നമ്മളൊരു ടീമിൻ്റെ കൂടെ പെർഫോം ചെയ്യുമ്പോൾ സെൻറ്ററിലുള്ള ഒരാൾ കുറച്ച് ഡിഫറെൻറ്റ് സ്റ്റെപ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ആ സെൻറ്റർ പോർഷൻ അങ്ങനെയാണ് കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷെ 2 പേര് പെർഫോം ചെയ്യുമ്പോൾ അത് ഡിഫറൻസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാവും. എവിടെയോ മിസ്റ്റേക്സ് പറ്റുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമാവും. അപ്പോൾ അത് കുറേ പോർഷൻസിൽ വ്യക്തമായി എനിക്ക് ഫീൽ ചെയ്തു. ആൻസിയുടെ ഭാഗത്ത് അല്ലെങ്കിൽ സിസ്റ്ററുടെ ഭാഗത്ത് ചെറിയ ചെറിയ മിസ്റ്റേക്സ് വരുന്നു എന്നുള്ളത് അത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. കൈ ഹോൾഡ് ചെയ്തപ്പോൾ ബാക്കിൽ വേറെ സ്റ്റെപ്പായിരുന്നു, കുറച്ച് മുൻപേ ഈ സ്റ്റെപ്പ് എടുത്തിരുന്നു. അതേപോലെ തന്നെ 2-3 പോർഷൻസ് ഞാൻ ശ്രദ്ധിച്ചു. ബട്ട് വളരെ നല്ലൊരു അറ്റംപ്റ്റ് ആണ്. സെൽഫ് കൊറിയോഗ്രാഫി ആണെങ്കിൽ അതിനെന്തായാലും ഒരുപാട് അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു. കാരണം കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു പാട്ട് തന്നെയാണ് കംപ്ലീറ്റ് കൊറിയോഗ്രാഫി ചെയ്യുക എന്നുള്ളത്. അധികം റിപ്പീറ്റീവ് സ്റ്റെപ്സ് ഒന്നും വന്നിട്ടുമില്ല. കംപ്ലീറ്റ് ഡിഫറെൻറ്റ് സ്റ്റെപ്സ് തന്നെ വെച്ച് ചെയ്തിട്ടുമുണ്ട്. അതെല്ലാം അഭിനന്ദനം ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇത്തരം ചെറിയ ചെറിയ പോർഷൻസ് കൂടെ ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു എന്നെനിക്ക് തോന്നി. എനിവേ കൺഗ്രാറ്റ്സ്. അടുത്ത റൗണ്ടിൽ കാണാം. ആൻഡ് മൈ മാർക്ക് ഈസ് 16/30. മധുപാൽ സർ. അൻസിയ, യെസ് സർ. 2 പേര് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില്ലറ കുഴപ്പങ്ങളൊക്കെ ആണെങ്കിലും അതൊക്കെ നമുക്ക് മനസ്സിലാവുന്നെങ്കിലും ഓവറോൾ നന്നായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ടുണ്ട് എന്നുള്ളത്. കാരണം നേരത്തെയും അൻസിയ ചെയ്ത് വന്നപ്പോഴും ഡാൻസ് സ്വന്തമായിട്ട് സെൽഫ് കൊറിയോഗ്രാഫി ആയിരുന്നു അല്ലേ? ഇതിനു മുമ്പ് ചെയ്തതെല്ലാം സ്വന്തമായിട്ട് ചെയ്ത് തന്നെയാണ്. ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ടുണ്ട്. 5 out of 10. മോഹൻ കുമാർ സർ. ആൻസിയ. യെസ് സർ. ആൻസിയ നല്ല ആത്മവിശ്വാസത്തോടെ പെർഫോം ചെയ്തു. നന്നായിരുന്നു. 6 മാർക്സ്. ടോട്ടൽ 27 മാർക്സ് ആണ് പെർഫോമൻസ് റൗണ്ടിൽ അൻസിയയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. സ്വന്തമായി തന്നെ കൊറിയോഗ്രാഫർ ആവുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ കൊറിയോഗ്രാഫി ചെയ്യുന്നതിൻ്റെ സ്ട്രെയിനും പ്ലസ് അത് ആവിഷ്കരിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഒരു കൊറിയോഗ്രാഫറിനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ മികച്ച രീതിയിൽ ഒരു നർത്തകി എന്നുള്ള നിലയിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ വരാൻ സാധിക്കും എന്നൊന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും മികച്ച നർത്തകിയായും മികച്ച യുവതാരമായും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഒഡീസ യുവതാരത്തിൻ്റെ ഇന്നത്തെ യാത്ര ഇവിടെ പൂർണ്ണമാവുകയാണ്. ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് പാഠങ്ങൾ ഈ യാത്രയിലൂടെ നമ്മൾ പഠിക്കുകയാണ്. ഈ യുവതാരങ്ങൾ ഓരോരുത്തരും ആശയങ്ങൾ കൊണ്ടും അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും നമ്മളെ ഒരുപാട് സ്വാധീനിക്കുകയാണ്. നമുക്ക് മറ്റൊരു യാത്രയിൽ വീണ്ടും കണ്ടുമുട്ടാം. Till then, take care and